ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് ഉയിർപ്പ് കാലം 6-ാം ഞായറാഴ്ച വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം പൂർണ്ണമായും വായിക്കുവാൻ സഭ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വാസ്തവത്തിൽ ഒരു പ്രാർത്ഥനയാണ്. ഈശോയുടെ ഹൈ പ്രീസ്റ്റ്ലി പ്രയർ, മഹാപുരോഹിത പ്രാർത്ഥന. അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൽ അദ്ദേഹം പറയുന്നത് ഈ പ്രാർത്ഥന ഈശോയുടെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഈശോ തൻ്റെ ദൈവദൗത്യം പൂർത്തിയാക്കിയതിന് ശേഷം പിതാവിൻ്റെ സന്നിധിയിൽ നടത്തുന്ന ഏകമധ്യസ്ഥനായ ഈശോ നടത്തുന്ന മഹാമാധ്യസ്ഥ്യ പ്രാർത്ഥനയാണ്. മാത്രമല്ല, ഈ പ്രാർത്ഥനയുടെ പശ്ചാത്തലം ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് ആ പരിശുദ്ധ കുർബാനയുടെ അനുബന്ധമായി ഈശോ ശിഷ്യന്മാരോട് സംസാരിക്കുന്നു. അതിനുശേഷമുള്ള പ്രാർത്ഥന ആദിമസഭയുടെ പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഉണ്ടായിരുന്ന പ്രാർത്ഥനയുടെ ശകലങ്ങൾ ഇതിലുണ്ട് എന്നാണ് സഭാപിതാക്കന്മാർ, സഭാപണ്ഡിതന്മാരൊക്കെ സൂചിപ്പിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹ അതെല്ലാം ക്രോഡീകരിച്ച് ഈശോയുടെ പ്രാർത്ഥന അവതരിപ്പിക്കുകയാണ്. ഈശോ പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. പഴയ നിയമത്തിൽ അബ്രാഹാം പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാം. മോശ, പ്രവാചകന്മാർ ഒക്കെ പ്രാർത്ഥിക്കുന്ന സോളമൻ്റെ പ്രാർത്ഥന ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈശോ തന്നെ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു. അതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ആ കർത്തൃപ്രാർത്ഥന. ഈ ഭാഗം വായിക്കുമ്പോൾ, കൂടുതൽ സൂക്ഷ്മമായി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ ഉള്ളിൽ ഈ കർത്തൃപ്രാർത്ഥന ഒളിഞ്ഞിരിപ്പുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ഉള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഈശോയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന, ഏറ്റവും ദൈർഘ്യമേറിയ പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥനയിൽ എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടതെന്നൊരു മാതൃക കർത്താവ് നമുക്ക് നൽകുകയാണ്. പ്രാർത്ഥനയുടെ ഉള്ളടക്കം എന്താണെന്ന് നൽകുകയാണ്. ഈശോ പ്രാർത്ഥനയിലൂടെയാണ് തൻ്റെ സമൂഹത്തെ, തൻ്റെ ശിഷ്യഗണത്തെ ഒന്നിച്ച് നിർത്തുന്നത്. ഈശോയുടെ പ്രാർത്ഥനയുടെ ശക്തി ഇവിടെ വ്യക്തമാവുകയാണ്. 1-ാം വാക്യത്തിൽ ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു എന്നാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു ഡയറക്ഷനുണ്ട്. ആ ഡയറക്ഷൻ സ്വർഗത്തിലേക്കാണ്. പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയുടെ കേന്ദ്രഭാഗമായ കൂദാശ ഭാഗം മധുബായിലേക്ക് തിരിഞ്ഞ് ചൊല്ലുന്നു എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ കുരിശിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈശോയുടെ ആ പ്രാർത്ഥനയുടെ ദിശ നമ്മൾ ഏറ്റെടുക്കുകയാണ്. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, അതാണ് പ്രാർത്ഥനയുടെ മാതൃക. എന്നിട്ട് വിളിക്കുന്നത് പിതാവേ എന്നാണ് വിളിക്കുന്നത്. 6 പ്രാവശ്യം ഈശോ ആവർത്തിക്കുന്നു പിതാവേ. പല വിശേഷണങ്ങളിലൂടെ ആവർത്തിക്കുന്നുണ്ട്. 11-ാം വാക്യത്തിൽ പരിശുദ്ധനായ പിതാവേ. നമുക്കറിയാം, സ്വർഗസ്ഥനായ പിതാവേ അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പ്രാർത്ഥിക്കുന്നത് ഇതിൻ്റെ ഒരു ചൈതന്യം അതിൽ ദർശിക്കുവാൻ കഴിയും. പരിശുദ്ധനായ പിതാവേ. 25-ാം വാക്യത്തിൽ വരുമ്പോൾ നീതിമാനായ പിതാവേ. അങ്ങനെ പിതാവിനുമായുള്ള ആ വലിയ ഗാഠമായ ഐക്യം ഉള്ളതുകൊണ്ടാണ് ആവർത്തിച്ച് പിതാവേ, അബാ പിതാവേ എന്ന് വിളിച്ചുള്ള ആ പ്രാർത്ഥന. അതായത് ദൈവസന്നിധിയിൽ ഒരു പുത്രൻ, മകൻ, ആ മകൻ്റെ സകല സ്വാതന്ത്ര്യവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ആദ്യത്തെ ഭാഗം ഈശോ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, അവിടുത്തെ പുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. പുത്രനെ അവിടുന്ന് മഹത്വപ്പെടുത്തേണ്ടതിന്, പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. ദൈവമഹത്വം, പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ നാമം പരിശുദ്ധമാകണമേ, മഹത്വപ്പെടണമേ എന്നുള്ള ആ സൂചനയാണ് ഇവിടെ നൽകുന്നത്. എന്നിട്ട് പറയുകയാണ്, അവിടുന്ന് എല്ലാവരുടെ മേലും പുത്രന് അധികാരം കൊടുത്തിരിക്കുന്നു. 3-ാം വാക്യം, ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച ഈശോമിശിഹായെ അറിയുക എന്നതാണ് നിത്യജീവൻ. എല്ലാവർക്കും നിത്യജീവൻ നൽകുവാൻ വേണ്ടിയാണ് ഈശോ വന്നിരിക്കുന്നത്. ഈ നിത്യജീവൻ, ജീവൻ എന്ന് പറഞ്ഞാൽ രക്ഷ എന്നും കൂടി അർത്ഥമുണ്ട്. ഹയ്യ സുറിയാനിയിൽ ജീവൻ എന്നുകൊണ്ട് രക്ഷയുമുണ്ട്. ഈശോ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനാണ്, രക്ഷ നൽകുവാൻ വേണ്ടിയാണ്. ഇതെങ്ങനെയാണ് ലഭിക്കുന്നത്? ഏകസത്യ ദൈവമായ അങ്ങയെ അറിയുക, അവിടുത്തെ പുത്രനെയും അറിയുക, അയച്ച പുത്രനെയും അറിയുക എന്നതിലാണ്. അതിൻ്റെ അർത്ഥം, ഈ അറിയുക എന്നത് ബൈബിളിൽ അറിയുക എന്നുള്ളത് വെറും ഒരു ഇൻഫർമേഷൻ, അറിവ്, വിവരശേഖരണമല്ല. അറിവ്, ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവമായുള്ള ഗാഠമായ ഐക്യമാണ്. ആന്തരികമായ ദൈവമായുള്ള ആ ബന്ധമാണ്, ഗാഠമായ ഐക്യമാണ്. അങ്ങനെ ദൈവത്തെ അറിയുക, അങ്ങനെ അവിടുത്തെ മഹത്വത്തിൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെയും മഹത്വപ്പെടുത്തണമേ എന്ന് ഈശോ പ്രാർത്ഥിക്കുകയാണ്. 2-ാമത്തെ ഭാഗം ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് ലോകത്തിൽ നിന്നെടുത്തെനിക്ക് നൽകിയവരെ അങ്ങയുടെ വചനം ഞാൻ അവർക്ക് നൽകി.
അവരത് സ്വീകരിക്കുകയും ഞാൻ അവിടെ നിന്ന് വന്നു എന്ന് സത്യമായി അറിയുകയും അങ്ങനെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ശിഷ്യന്മാർ യഥാർത്ഥത്തിൽ വിശ്വാസികളാണ്. അങ്ങാണ് എന്നെ അയച്ചത്. ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ, നമ്മുടെ കുർബാനയിലെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ, അതായത് 4-ാം ഗഹന്തായാണല്ലോ, ആ പ്രാർത്ഥനയുടെ ആശയങ്ങൾ കാണാൻ സാധിക്കും. അങ്ങ് മാത്രമാണ് സത്യപിതാവായ ദൈവമെന്നും അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും അങ്ങനെ ലോകം മുഴുവനും ഉള്ള സഭയിലുള്ള എല്ലാ അംഗങ്ങളും മാമോദീസായാൽ മുദ്രിതരായ എല്ലാവരുടെയും നൈർമല്യവും വിശുദ്ധിയും എല്ലാവരും അറിയട്ടെ, പഠിപ്പിച്ചുവെന്ന് എല്ലാവരും അറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന എഴുതുന്നത് ശിഷ്യന്മാർക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയാണ്? അവിടുത്തെ ഈ ശിഷ്യന്മാരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ലോകത്തിലായിരുന്നു കൊണ്ട് തന്നെ അവരെ അങ്ങ് പരിശുദ്ധിയിൽ സൂക്ഷിക്കണമേ എന്നാണ്. ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, അവർ ലോകത്തിലാണ്, അങ്ങയുടെ അടുക്കലേക്ക് ഞാൻ വരുന്നു. അവരും നമ്മെപ്പോലെ ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് നൽകിയ അവരെ അവിടുത്തെ നാമത്തിൽ അങ്ങ് കാത്തുകൊള്ളണമേ എന്നാണ് 11-ാം വാക്യത്തിൽ പറയുന്നത്. അവരൊന്നായിരിക്കുവാൻ അവരെ കാക്കണമേ. പിന്നീട് കർത്താവ് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്, അവർ ലോകത്തിൻ്റെതല്ലാത്തതിനാൽ ലോകം അവരെ ദ്വേഷിക്കും. ലോകം എന്ന് പറയുന്നത് തിന്മ നിറഞ്ഞ, സത്യത്തെ നിഷേധിക്കുന്ന, ഈശോയെ അംഗീകരിക്കാത്ത ഒരു ലോകമാണ്. അതുകൊണ്ട് അവരെ ദുഷ്ടനിൽ നിന്ന് വരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ദുഷ്ടതകൾ ശിഷ്യന്മാരെ ഏശാതെ അവരെ കാത്തുകൊള്ളണമേ. മാത്രമല്ല 17-ാമത്തെ വാക്യം യോഹന്നാൻ 17:17 ഒരു സൂത്രവാക്യം പോലെയാണ്. അങ്ങ് അവരെ സത്യത്താൽ വിശദീകരിക്കണമേ. അതായത് സത്യവിശ്വാസം, സത്യദൈവത്തിൽ വിശ്വസിക്കണം, സത്യപിതാവിൽ വിശ്വസിക്കണം, സത്യത്തിൽ, അത് വിശ്വാസത്തിൻ്റെ സത്യം, ഓർത്തഡോക്സി ഓഫ് ഫെയ്ത്ത്. അതാണ് ജോൺ ക്രിസോസ്റ്റോം പിതാവ്, സെൻ്റ് അഗസ്റ്റിനൊക്കെ പറയുന്നത്. ഈശോയുടെ ആ സത്യപ്രബോധനം, അതിൽ മായം ചേരാതെ ആ സത്യത്താലാണ് അവരെ വിശുദ്ധീകരിക്കേണ്ടത്. അങ്ങനെ ദൈവതീയ സത്യം അനുസരിച്ച് ജീവിച്ച് ആ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. ഈശോ ആകുന്ന സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. പിതാവ് ലോകത്തിലേക്ക് വിശുദ്ധീകരിച്ചയച്ച പുത്രനാണ് ഈശോ മിശിഹ. യോഹന്നാൻ 10:36. ആ വിശുദ്ധീകരണം ശിഷ്യന്മാർക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? സത്യത്തിൽ അവർ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ സത്യത്താൽ അവരെ അഭിഷേകം ചെയ്യണമേ എന്നാണ്. അങ്ങനെ സത്യത്തിൽ വിശദീകരിക്കപ്പെടേണ്ടതിന് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുന്നു. അപ്പോൾ ഈശോ സ്വയം വിശദീകരിക്കുകയാണ് ശിഷ്യന്മാർക്ക് വേണ്ടി. വാസ്തവത്തിൽ ഒരു കുടുംബനാഥൻ തൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സ്വയം വിശദീകരിക്കുന്നു. ഒരു ഇടവകയുടെ അല്ലെങ്കിൽ ഒരു സഭയുടെ നേതൃത്വത്തിലുള്ളവർ, അല്ലെങ്കിൽ പല ഉദ്യോഗ അല്ലെങ്കിൽ ഭൗതികമായോ ആത്മീയമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ സ്വയം വിശുദ്ധീകരിക്കുമ്പോഴാണ് മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുവാൻ കഴിയുന്നത്. അങ്ങനെ നേതൃത്വത്തിൻ്റെ യഥാർത്ഥ ശൈലി എന്താണെന്ന് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ സ്വയം വിശുദ്ധീകരിക്കപ്പെടണം. ഈശോ അങ്ങനെയുള്ള മാതൃക നൽകുകയാണ്. മാത്രമല്ല പിന്നീട് ഈശോ പ്രാർത്ഥിക്കുന്നത് ലോകം മുഴുവനും വേണ്ടിയാണ്. അവരെല്ലാവരും ഒന്നാകണം, ലോകം മുഴുവനും ഒന്നായി തീരണം ഈശോ മിശിഹായിൽ. അങ്ങനെ എല്ലാവരെയും ഐക്യപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. എല്ലാവരെയും ഒന്നാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ പരിശുദ്ധ പിതാവ് ലയോ 14-ാം പാപ്പായുടെ ആപ്തവാക്യം തന്നെ ഇൻ ഇല്ലോ ഊനോ ഊനും, ഇൻ ദ വൺ വി ആർ വൺ. അവൻ ഒരുവനിൽ നാം എല്ലാവരും ഒന്നാണെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? സെൻ്റ് അഗസ്റ്റിൻ്റെ ഒരു വാക്യമാണ് ആപ്തവാക്യമായി പരിശുദ്ധ പിതാവ് സ്വീകരിച്ചിരിക്കുന്നത്. ഈശോ മിശിഹായിൽ നാം എല്ലാവരും ഒന്നാകുക എന്ന് പറയുന്നത് ഈ ഐക്യം ഭൗതികമായ, സൈദ്ധാന്തികമായ, അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിൽപരമായ, ആശയപരമായ ഒരു ഐക്യമല്ല, മറിച്ച് ആന്തരികമായ ഐക്യമാണ്. ഈശോയുടെ ശരീരവുമായുള്ള ഐക്യത്തിലൂടെ സംജാതമാകുന്ന ഒരു ഐക്യമാണ്. അങ്ങനെ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് വേണ്ടിയും ഞാൻ അവരിലും അങ്ങ് എന്നിലും ആയിരിക്കുന്നു. അപ്പോൾ ഈ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അവിടുന്ന് എനിക്ക് മഹത്വം നൽകി. അങ്ങനെ എനിക്ക് നൽകിയവരും അത് കാണണം. ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോട് കൂടി അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ഐക്യത്തിലേക്ക് അവർ വരണം, ലോകം മുഴുവനും. മാത്രമല്ല അവർ പ്രബോധനം നൽകി, അവരെ സുവിശേഷം അറിയിച്ച, അവരെ ഇനിയും അറിയേണ്ടവരായ, അവർ വിശ്വാസം അറിയേണ്ടവരെ വേണ്ടിയും കൂടിയും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയും കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. കാരണം കർത്താവ് ലോകം മുഴുവൻ്റെയും രക്ഷകനാണെന്നുള്ളതാണ്. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ യേശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ എല്ലാവർക്കും രക്ഷ നൽകുന്ന, അതായത് ആഴത്തിൽ പാതിയൊരുക്കി
മോചനം നൽകുവാൻ വേണ്ടി സമുദ്രത്തിലൂടെ പാതിയൊരുക്കിയവൻ അവിടുന്നല്ലേ. യെശയ്യാ 51:9 മോചിതർക്ക് കടന്നു പോകുവാൻ സമുദ്രത്തിലെ ആഴത്തിൽ പാതിയൊരുക്കിയത് അങ്ങല്ലേ. 9ഉം 10ഉം വാക്യങ്ങളാണ്. പിന്നെ കർത്താവ് എല്ലാവരെയും രക്ഷിക്കുന്നവനായിട്ട് തുടർന്നുള്ള ഭാഗത്ത് കാണുന്നുണ്ട്. സദ്വാർത്ത അറിയിക്കുന്നവൻ, സമാധാനം വിളംബരം ചെയ്യുന്നവൻ്റെ പാദങ്ങൾ എത്ര സുന്ദരം. റോമ 10:15 ആവർത്തിക്കുന്ന വാക്യമാണ്. അവിടുന്ന് എല്ലാവരെയും, ഈ 10ാം വാക്യമാണ്, ഭൂമിയുടെ എല്ലാ അതിർത്തികളിലും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും. എല്ലാ അതിർത്തികളും കാണും. എല്ലായിടത്തും ഈ രക്ഷ പ്രഘോഷിക്കപ്പെടണം. അപ്പം കർത്താവിൻ്റെ രക്ഷ ഒരു സമൂഹത്തിൽ മാത്രമല്ല, എല്ലാവരിലേക്കും നിറഞ്ഞു നിൽക്കുന്ന ഒരു രക്ഷയാണ്. എല്ലാവരെയും ഐക്യപ്പെടുത്തുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഈ സാർവത്രിക രക്ഷയിലേക്ക് എല്ലാ ജനതകളെയും നയിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തുന്ന ഭാഗമാണ് ഇന്നത്തെ ലേഖനത്തിൽ. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 1 മുതൽ 16 വരെ സ്വർഗത്തിൽ നിന്നുള്ള ആ വിരിപ്പിൽ പത്രോസ് ദർശിച്ച എല്ലാ ജീവജാലങ്ങളും, അത് കാണിക്കുന്ന വിജാതീയ ലോകം മുഴുവനും എല്ലാവരെയും കർത്താവിൻ്റെ സ്നേഹവലയത്തിൽ ഒന്നാക്കണമെന്നാണ്. അപ്പോൾ ഈശോ യഥാർത്ഥ ഐക്യം, യഥാർത്ഥ ജീവൻ നൽകുവാൻ, എല്ലാവരും അനുരഞ്ജിപ്പിക്കുവാൻ വരുന്നു. ഇന്നത്തെ ലേഖനത്തിൽ എഫെസോസ് ലേഖനം 2-ാം അധ്യായം അതിലും 4 മുതലുള്ള വാക്യങ്ങളിലും ഈശോ മിശിഹായിലൂടെ നമ്മൾ വിജാതിയരായിരുന്ന നമ്മൾ വീണ്ടും മിശിഹായെ അറിഞ്ഞവരായി പ്രത്യാശയുള്ളവരായി മാറിയിരിക്കുന്നു. അവൻ തൻ്റെ കുരിശിലൂടെ എല്ലാത്തിനെയും അനുരഞ്ജനപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് 19-ാം വാക്യം, നിങ്ങളിനി അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിൻ്റെ അംഗങ്ങളുമാണ്. സ്ത്രീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് മിശിഹായാണ്. ഈശോ മിശിഹായിലൂടെ ഭവനത്തിൽ ഒന്നാകെ, ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ മിശിഹായിൽ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അനുരഞ്ജനത്തിലൂടെ കർത്താവ് ലോകത്തെ മുഴുവനും തൻ്റെ ശരീരത്തിലൂടെ ഒന്നാക്കി മാറ്റുന്നു. ആ ഈശോയുടെ ജീവനിൽ നമ്മൾ പങ്കുചേരണം. അവിടുത്തെ വചനത്തിലൂടെ, വിശുദ്ധ കൂദാശകളിലൂടെ, നിരന്തരം പ്രാർത്ഥനയിലൂടെ നവീകരിക്കപ്പെട്ട ഈശോയിൽ ഒന്ന് ചേർന്ന് ജീവിക്കുന്ന സമൂഹമാണ് ഈശോയുടെ ശിഷ്യ സമൂഹം. ആ ശിഷ്യ സമൂഹം ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? അവർ ലോകത്തിന് മുഴുവനും ഈ സദ്വാർത്ത അറിയിക്കുവാൻ ഉള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് സ്വർഗത്തിലിരുന്നു കൊണ്ട് അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. സഭയുടെ പ്രാർത്ഥന മുഴുവൻ അതാണ്. സഭ ലോകത്തിൽ ലൂമൻ ജെൻസിയും, ലോകത്തിൻ്റെ പ്രകാശമായിട്ട് സഭ നിലകൊള്ളുവാൻ ആഗ്രഹിക്കുന്നു. വത്തിക്കാൻ കൗൺസിലിൻ്റെ സഭയെക്കുറിച്ചുള്ള പ്രബോധന രേഖയുടെ പേര് തന്നെ ഇതാണ്. സഭ ലോകത്തിൽ രക്ഷയുടെ അടയാളമാണ്. അങ്ങനെ കർത്താവിൽ ഒന്നായി തീരണം. ഈ ഒന്നാകലിന് വിരുദ്ധമായുള്ള പ്രവണതകൾ അത് കുടുംബങ്ങളിലാകാം, സമൂഹങ്ങളിലാകാം, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ കർത്താവിൻ്റെ ഐക്യ പ്രാർത്ഥനയോട് നാം ചേരുകയും പ്രാർത്ഥനയിലൂടെ ദൈവിക ഐക്യം സംജാതമാകുവാനായിട്ട് നമ്മുടേതായ ജീവിതത്തെ അതിനുവേണ്ടി സമർപ്പിക്കുകയും ചെയ്യുവാൻ കർത്താവിനോട് പ്രത്യേകമായി ഈ ഞായറാഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.